കഴിഞ്ഞ ദിവസമാണ് BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന നായകനായ ശുഭ്മാൻ ഗില്ലിന് ലഭിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്ത്യൻ ക്രിക്കറ്റിൽ ക്യാപ്റ്റനൊക്കെ ആണെങ്കിലും തെല്ലൊന്ന് ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന ഗില്ലിന്റെ ഒരു വലിയ തിരിച്ചുവരവായിരുന്നു ഈ അവാർഡ്. T20 ലോകകപ്പിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ അത് ഗില്ലിനെ ആഴത്തിൽ വേദനിപ്പിച്ച ഒരു സമയമായിരുന്നു. കാരണം അത്രയേറെ അദ്ദേഹം T20യിലെ ഓപ്പണിംഗ് റോൾ അദ്ദേഹം കൊതിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ മോശം സ്ട്രൈക്ക് റേറ്റിൻ്റെയും തുടർച്ചയായ ചെറിയ സ്കോറുകളുടെയും പേരിലാണ് ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും ഗിൽ താഴെപ്പെട്ടത്. കഴിഞ്ഞ വർഷത്തെ ഏഷ്യ കപ്പിലും സൗത്ത് ആഫ്രിക്കയുമായി നാട്ടിൽ നടന്ന T20 പരമ്പരയിലും അതുവരെയും ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വൈസ് ക്യാപ്റ്റനും ഒക്കെയായിരുന്നു ശുഭ്മാൻ ഗിൽ. എന്നാൽ T20 ലോകകപ്പിനും അതിനു തൊട്ടു മുമ്പുള്ള ന്യൂസിലാൻഡ് പരമ്പരയ്ക്കുമുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഗില്ലിന് പകരം സഞ്ജു വി സാംസൺ ഓപ്പണിംഗിലേക്ക് എത്തുകയും ബാക്കപ്പായി ഇഷാൻ കിഷന് കൂടി ടീമിലേക്ക് സർപ്രൈസ് കോൾ എത്തുകയും ചെയ്തു. സെലക്ഷൻ കമ്മിറ്റിയുടെ ഈ തീരുമാനം ആ ലോകകപ്പിലെ ഏറ്റവും പൊന്നും വിലയുള്ള തീരുമാനമായി മാറുന്നു. സഞ്ജുവും ഇഷാനും ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ വിജയശില്പികളിൽ പ്രധാനികളായി മാറുകയും ചെയ്തു. ഗില്ലിൻ്റെ ആ പോസ്റ്റുകളിൽ സഞ്ജുവിൻ്റെ പൊസിഷൻ എവിടെ എന്നൊക്കെ തിരഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള ചർച്ചകളും ഒരുപാട് വന്നു. ഗിൽ വീണ്ടും ഈ T20 ടീമിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ടോ എന്ന തരത്തിലും ചർച്ചകൾ വന്നു. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യ നേടിയ ഈ ലോകകപ്പിൽ ടീമിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം നേടിയ ക്രിക്കറ്റർമാരിൽ ഒരാളായിരുന്നു ശുഭ്മാൻ ഗിൽ. ആ ഗില്ലിനായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. സത്യത്തിൽ കഴിഞ്ഞ വർഷത്തെ ഗില്ലിൻ്റെ ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹം അർഹിച്ച അവാർഡ് തന്നെയായിരുന്നു അത്. ഇത് രണ്ടാം തവണയാണ് ശുഭ്മാൻ ഗിൽ ഈ പുരസ്കാരത്തിന് അർഹനാകുന്നത്. കഴിഞ്ഞ വർഷം 1703 റൺസാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ നേടിയത്. അതായത് 35 മത്സരങ്ങളിൽ 42 ഇന്നിംഗ്സുകളിൽ നിന്നായിരുന്നു ഇത്രയും റൺസ് അദ്ദേഹം നേടിയത്. അതിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമായി 983 റൺസ് 5 സെഞ്ചുറികളുടെ ഫലത്തിൽ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള 269 എന്ന ആ ഒരു കൂറ്റൻ സ്കോറിന്റെ ബലത്തിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ IPL 2025 650 റൺസാണ് ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം നേടിയത്. ഒരു ഘട്ടത്തിൽ ആദ്യ 2 ടെസ്റ്റുകളിൽ നിന്ന് മാത്രമായി ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം 585 റൺസ് നേടിയിരുന്നു. അതായത് രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി ക്യാപ്റ്റനായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ടെസ്റ്റ് പരമ്പരയിൽ തന്നെയായിരുന്നു ഈ മിന്നും ഫോം അദ്ദേഹം കാഴ്ചവെച്ചത്. 2025 ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയപ്പോഴും ഗിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു ആ ടീമിൽ. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം പുറത്താകാതെ സെഞ്ചുറി നേടിയിരുന്നു. എന്നിരുന്നാലും T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തായതിനു ശേഷം 2026 ഒരു മികച്ച തുടക്കം ഗില്ലിന് ഇതുവരെയും ലഭിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴിതാ ഈ അവാർഡ് ഗില്ലിന് കൃത്യമായും ഈ വർഷത്തെ IPL പ്രിപ്പയർ ചെയ്യാനുള്ള വലിയൊരു മോട്ടിവേഷനാണ്. അതിനൊപ്പം അന്താരാഷ്ട്ര തലത്തിലേക്ക് കടക്കാനുള്ള വലിയൊരു മോട്ടിവേഷനാണ്. ഗുജറാത്തിനൊപ്പം T20 ഫോർമാറ്റിൽ ഗിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ നഷ്ടപ്പെട്ട T20യിലെ സ്ഥാനം കൂടിയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2026 സീസൺ മാർച്ച് 28 ആരംഭിക്കുകയാണ്. അവസാന സീസണിലെ പിഴവുകൾ നികത്തിക്കൊണ്ട് ഇത്തവണ അരയും തലയും മുറുക്കിയാണ് 10 ടീമുകളും ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പോരാട്ടം തീ പാറുമെന്ന കാര്യം ഉറപ്പാണ്. എന്ത് വില കൊടുത്തും കപ്പിലേക്ക് എത്താൻ ഒരുങ്ങി ഇറങ്ങുന്ന ടീമുകളിൽ ഒന്നാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസ്. ഇപ്പോഴും ടോപ്പ് 3യെ അമിതമായി ആശ്രയിക്കുന്ന ഒരു നിരയാണ് ഗുജറാത്തിൻ്റേത്. അത് നമുക്ക് കഴിഞ്ഞ സീസൺ തൊട്ടേ അറിയാം. അവസാന സീസണിൽ ടോപ്പ് 3ക്ക് ഇത്തവണയും അവസാന സീസണിൽ തിളങ്ങിയ ഈ ടോപ്പ് 3ക്ക് ഇത്തവണയും തിളങ്ങേണ്ടത് അത്യാവശ്യമാണ്. ടോപ്പ് 3 താരങ്ങൾ 14-15 ഓവറുകളെങ്കിലും ബാറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതിലൊരു താരമെങ്കിലും ഐദർ ശുഭ്മാൻ ഗിൽ, അല്ലെങ്കിൽ സായ് സുദർശൻ, അല്ലെങ്കിൽ ജോസ് ബട്ട്ലർ, അങ്ങനെയുള്ള 3 പേരിൽ ഒരാളെങ്കിലും അവസാന ഓവർ വരെ ക്രീസിൽ തുടരുകയും ചെയ്യണം. ഇതിൽ ബട്ട്ലറിൻ്റെ ഫോം വളരെ നിർണായകമാണ്. ലോകകപ്പിൽ ജോസ് ബട്ട്ലറിൻ്റെ ഫോമൗട്ട് നമ്മൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഓപ്പണർമാരായ ഗില്ലും സായ് സുദർശനും എല്ലാ മത്സരങ്ങളിലും മികവ് കാട്ടുന്നത് ഗുജറാത്തിനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഗ്ലെൻ ഫിലിപ്സ്, ടോം ബാൻഡൻ, ഷാറുഖ് ഖാൻ, ജേസൺ ഹോൾഡർ എന്നിവരെ മാത്രം വിശ്വസിച്ച് ഗുജറാത്തിന് കളി ജയിക്കാനുമാവില്ല. അപ്പോൾ ഇവർക്കൊക്കെയും സ്ഥിരതയുടെ കാര്യത്തിൽ അവർ പരാജയങ്ങളാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുജറാത്തിനെ കപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയാൽ ശുഭ്മാൻ ഗില്ലിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നും ഉറപ്പാണ്. കിരീടമില്ലെങ്കിൽ ഒരു പ്ലേ ഓഫിലെങ്കിലും ഗുജറാത്തിന് സീറ്റ് നേടാൻ സാധിക്കണം. ആശിഷ് നെഹ്റ എന്ന തന്ത്രശാലിയായ പരിശീലകനാണ് ഗുജറാത്തിൻ്റെ മറ്റൊരു കരുത്ത്. ഓരോ താരത്തെയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് നെഹ്റയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആശിഷ് നെഹ്റയുടെ കോച്ചിങ് മികവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഗുജറാത്ത് മുന്നോട്ട് പോവുക. അതിനൊപ്പം തന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിലും ആദ്യ പ്രാവശ്യം ഹാർദിക് പാണ്ഡ്യക്കൊപ്പം കപ്പടിച്ച കോച്ചാണ് നെഹ്റ. ഇത്തവണ ഗില്ലിനൊപ്പവും കപ്പടിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം IPL പ്രകടനങ്ങൾ വഴിയാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയതും മികച്ച പ്രകടനങ്ങളോടെ ഇന്ത്യൻ ടീമിൻ്റെ പ്രിൻസായി മാറിയതും.
ഗില്ലിൻ്റെ ഉദയം എന്നത് 2019 2019 IPL ആദ്യ പാദത്തിൽ നിറമങ്ങിയ പ്രകടനമായിരുന്നു ശുഭ്മാൻ ഗില്ലിൻ്റേത്. എന്നാൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തിയതോടെ അദ്ദേഹം കളി മാറുന്നു. തുടരെ 2 അർദ്ധ സെഞ്ചുറികൾ നേടുകയും തൻ്റെ ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ കൊണ്ട് ആരാധകരെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്ത താരമായിരുന്നു അന്ന് ശുഭ്മാൻ ഗിൽ. ആ ടൂർണമെന്റിലുടനീളം 3 അർദ്ധ സെഞ്ചുറികളുമായി 296 റൺസാണ് അദ്ദേഹം നേടിയത്. IPL അന്ന് എമേർജിംഗ് പ്ലെയർ അവാർഡ് ഏറ്റുവാങ്ങിയാണ് ശുഭ്മാൻ ഗിൽ മടങ്ങിയത്. 2018 അണ്ടർ-19 ലോകകപ്പ് കളിച്ച ശുഭ്മാൻ ആ ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു. അന്ന് 3-ാം നമ്പറിൽ 124 എന്ന ശരാശരിയിൽ 372 റൺസാണ് ശുഭ്മാൻ ഗിൽ നേടിയത്. സെമി ഫൈനലിൽ പാകിസ്ഥാനെതിരെ നേടിയ സെഞ്ചുറിക്ക് അന്ന് രാഹുൽ ദ്രാവിഡിന്റെയും സച്ചിന്റെയും പ്രശംസ ലഭിക്കുകയും ചെയ്തിരുന്നു. അണ്ടർ-19 ലോകകപ്പ് വിജയത്തിലേക്ക് ഇന്ത്യയെ നയിച്ചത് ഈ പ്രകടനമാണെന്ന് നിസ്സംശയം പറയാം. 2018 ആഭ്യന്തര ക്രിക്കറ്റിൽ പഞ്ചാബിന് വേണ്ടി അദ്ദേഹം രഞ്ജിയിൽ അരങ്ങേറ്റം നടത്തുന്നത്. ആദ്യ സീസണിൽ 9 ഇന്നിംഗ്സിൽ നിന്ന് 104 ശരാശരിയിൽ 728 റൺസാണ് ശുഭ്മാൻ നേടിയത്. വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യയുടെ അടുത്ത ടാലന്റ് എന്ന് യുവരാജ് സിംഗ് ശുഭ്മാൻ ഗില്ലിനെ കുറിച്ച് വിലയിരുത്തിയതും ഈ കാലത്ത് തന്നെയായിരുന്നു. മറ്റുള്ള ബാറ്റർമാരിൽ നിന്നും ഒരു പടി മുകളിൽ നിൽക്കുന്ന ബാറ്റിംഗ് പാടവവും ഇന്ത്യൻ ടീമിലേക്ക് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യപ്പെടേണ്ട ഒരു താരമാണ് എന്ന രാഹുൽ ദ്രാവിഡിന്റെ നിഗമനവുമാണ് ഇന്ത്യ എയിൽ ഗില്ലിനെ സ്ഥിരമായിട്ടുള്ള ഒരു റോളിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. എന്താണ് ഗില്ലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്ന് നോക്കുമ്പോൾ എല്ലാ അനുഗ്രഹീത ബാറ്റ്സ്മാൻമാരെ പോലെയും ബോളുകൾ കളിക്കാൻ ലഭിക്കുന്ന സമയക്കൂടുതൽ തന്നെയാണ് ഗില്ലിൽ ദ്രാവിഡും സച്ചിനും അടക്കമുള്ള മഹാരഥന്മാർ കണ്ടെത്തിയ വലിയ പ്രത്യേകത. കൂടാതെ ക്ലാസിക്കൽ ടെക്നിക്കിനും കൂടി ഉടമയാണ് ശുഭ്മാൻ ഗിൽ. ഓസീസിനെതിരെ അദ്ദേഹം അരങ്ങേറ്റം നടത്തിയ സമയം മുതലുള്ള അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ സ്കോറുകൾ ആ പ്രതിഭയുടെ താരത്തിളക്കത്തിന് ഉദാഹരണങ്ങളാണ്. രോഹിത് ശർമ്മയുടെ അലസമായ ആ ഒരു ശൈലിയും വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ടെക്നിക്കും ഒക്കെ കൈവശമുള്ള ഒരു സങ്കര ഇനമാണ് ഗിൽ എന്ന് തന്നെ നിസ്സംശയം ആരെക്കൊണ്ടും പറയിപ്പിക്കുന്ന ഇന്നിംഗ്സുകളാണ് ഇക്കാലത്തിനിടയിൽ ഗിൽ നേടിക്കൊണ്ടിരുന്നത്. ശുഭ്മാൻ ഗില്ലിൻ്റെ ബാറ്റിൽ നിന്ന് വരാറുള്ള ഷോട്ടുകളെല്ലാം നമുക്കറിയാം ക്ലീൻ ക്രിക്കറ്റ് ഷോട്ടുകളാണ്. സ്വീപ്പ് ഷോട്ടുകളും അല്ലെങ്കിൽ റിവേഴ്സ് സ്വീപ്പുകളൊക്കെ അങ്ങനെയുള്ള അൺഓർത്തഡോക്സ് ക്രിക്കറ്റ് ഷോട്ടുകൾ പോലും അദ്ദേഹം ഒരിക്കലും കളിക്കാറില്ല. എല്ലാം കോപ്പി ബുക്ക് ശൈലിയുള്ള പെർഫെക്റ്റ് ക്രിക്കറ്റിംഗ് ഷോട്ടുകളായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ കളിച്ചാലും T20യിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് കൂടി പറഞ്ഞു വെക്കുന്ന ഇന്നിംഗ്സുകളാണ് എമ്പാടും ഗിൽ ഇതുവരെയും കളിച്ചിട്ടുള്ളത്. സിക്സറുകളെക്കാൾ ഫോറുകൾ മൈതാനത്തിൻ്റെ 4 ഭാഗത്തേക്കും ആധികാരികമായി തന്നെ പറത്താൻ ഗില്ലിന് കഴിയാറുണ്ട്. അതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ 5ാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടവും ശുഭ്മാനുണ്ട്. ടെസ്റ്റിലും ഏകദിനത്തിലും തന്റെ സ്ഥാനം നേരത്തെ ഉറപ്പിക്കാൻ ഗില്ലിന് സാധിച്ചിരുന്നു. ഇനി ഈ ഒരു IPL കൂടി തിളങ്ങുന്നതോടെ IPL ഗുജറാത്തിന് വേണ്ടി ഒരു കിരീടം നേടുന്നതോടെ അദ്ദേഹത്തിന് T20 ടീമിലേക്കും ഒരു രാജകീയമായ വരവ് തന്നെയാണ് ശുഭ്മാൻ ഗിൽ പ്രതീക്ഷിക്കുന്നത്. അത് നടക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.